നബാർഡിന്റെ സഹായത്തോടെയുള്ള പദ്ധതിയുടെ കീഴിൽ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ നടക്കുന്ന പുതിയ ആശുപത്രി കെട്ടിട ബ്ലോക്കിന്റെ നിർമ്മാണത്തിലെ ഗുരുതരമായ അഴിമതിയും ക്രമക്കേടും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി. ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗവും ദിശ അംഗവുമായ അഡ്വക്കേറ്റ് മുത്താരരാജാണ് വിജിലൻസിന് പരാതി നൽകിയിരിക്കുന്നത്. നബാർഡിന്റെ സഹായത്തോടെയുള്ള പദ്ധതിയുടെ കീഴിൽ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ പുതിയ ആശുപത്രി കെട്ടിട ബ്ലോക്കിന്റെ നിർമ്മാണം നടത്തിയതിൽ ഗുരുതരമായ അഴിമതിയും ക്രമക്കേടും ഉണ്ടായിട്ടുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗവും ദിശ അംഗവുമായ അഡ്വക്കേറ്റ് മുത്താരരാജ് അധികൃതർക്ക് പരാതി നൽകി. മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞ ഈ കെട്ടിടത്തിൽ ചുവരുകളിൽ വിള്ളലുകൾ ദൃശ്യമാണെന്നും മേൽക്കൂരകൾ ചോർന്നൊലിക്കുകയാണെന്നും ഗുണനിലവാരമില്ലാത്ത പ്ലാസ്റ്ററിംഗ് ആണ് നടത്തിയിരിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു. മറ്റ് ഘടനാപരമായ പ്രശ്നങ്ങളും കെട്ടിടത്തിനുണ്ട്. ഭൗതിക നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുള്ളതായി പരാതിയിൽ പറയുന്നു. നിലവാരമില്ലാത്ത നിർമ്മാണ രീതികൾ, നിലവാരമില്ലാത്ത വസ്തുക്കളുടെ ഉപയോഗം, പദ്ധതിയുടെ നടത്തിപ്പിലെ സാമ്പത്തിക ക്രമക്കേടുകൾ എന്നിവയെല്ലാം തകർച്ചയുടെ ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നുവെന്നും മുത്താരരാജ് പരാതിയിൽ പറയുന്നു. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ സ്ഥിതി ചെയ്യുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം മാവേലിക്കര MLAയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തിട്ട് ഏതാനും മാസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇന്ന് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. മഴ പെയ്തപ്പോൾ കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കെട്ടിടത്തിലേക്ക് എത്തുന്ന രോഗികൾക്ക് കുട ചൂടിയല്ലാതെ അതിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. വളരെ വ്യക്തമായ ഒരു അഴിമതിയാണ് ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയാണ് പൊതു സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകി മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഇത്രയും വേഗത്തിലുള്ള തകർച്ച നിർമ്മാണത്തിന്റെ ഗുണനിലവാരമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാര്യത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. വിജിലൻസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. CDNet ന്യൂസ്, ചാരിമോട്.